ഇസ്രായേൽ ഒരു ജൂതരാഷ്ട്രമാണ്. യഥാർത്ഥത്തിൽ ഗാസയിലും ലെബനിലും അതുപോലെ സിറിയയിലുമെല്ലാം ഇസ്രായേൽ ആക്രമണം നടത്തുന്നതും അവിടെയെല്ലാം നാശം വിതയ്ക്കുന്നതും ശരിക്കും ഇസ്രായേലിനെ എതിരിടാൻ ഒരു ശക്തി ഇല്ല എന്ന ഉറപ്പിന്മേലാണ്. ഇറാനുമായി ചെറിയ തോതിലുള്ള സംഘർഷങ്ങളിലൊക്കെ ഇസ്രായേൽ പോയിട്ടുണ്ട്. പക്ഷെ ആ സംഘർഷം ഒന്നും തന്നെ വലിയ യുദ്ധപ്രഖ്യാപനത്തിലോട്ടൊന്നും പോയിരുന്നില്ല. ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈലുകൾ അയച്ച് തിരിച്ചടികൾ നൽകിയിട്ടുമുണ്ട്. എങ്കിൽ പോലും കാര്യമായ ഒരു നാശനഷ്ടമോ ആക്രമണമോ ഒന്നും ഇസ്രായേലിനോ ഇറാനിനോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം വളരെയധികം മാറുകയാണ്. ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന സംഘർഷത്തിലേക്കാണ് ആ രാജ്യം ഇപ്പോൾ വഴിതെളിച്ചിരിക്കുന്നത്. യുക്രൈന് ആയുധങ്ങൾ നൽകി സഹായിക്കുന്നത് വഴി റഷ്യയുടെ എതിർപ്പാണ് ഇസ്രായേൽ പ്രധാനമായിട്ട് ഇപ്പം മേടിക്കുന്നത്. പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കായിട്ടുള്ള 90 ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഇസ്രായേലിൽ നിന്ന് പോളണ്ടിലേക്ക് അയച്ചതായും അവിടെ നിന്ന് അത് യുക്രൈനിലേക്ക് കൈമാറുമെന്നും റിപ്പോർട്ടുകളുണ്ട്. 2024 ഏപ്രിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൽ നിന്നും ഈ മിസൈലുകൾ യുക്രൈൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പാട്രിയറ്റ് മിസൈലുകൾ യുക്രൈനിലേക്ക് മാറ്റാനുള്ള ഇസ്രായേലിന്റെ ഈ തീരുമാനം യഥാർത്ഥത്തിൽ ഇസ്രായേൽ റഷ്യയെ അറിയിച്ചതിന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധമായിരുന്നു. യുക്രൈനിലേക്ക് നേരിട്ട് ആയുധങ്ങൾ വിതരണം ഒരിക്കലും ചെയ്യുകയില്ല, അതിനു പകരം അറ്റകുറ്റപ്പണികൾക്കായി അമേരിക്കയിലേക്ക് പാട്രിയറ്റ് സിസ്റ്റം തിരികെ നൽകുക മാത്രമാണ് ചെയ്യുന്നതെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമായും അവകാശപ്പെടുന്നത്. ഇസ്രായേലിന്റെ അത്യാധുനിക ആയുധങ്ങളുടെ വിതരണത്തെക്കുറിച്ച് ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റഷ്യ നേരിട്ട് ഇസ്രായേലിനെതിരെ രംഗത്ത് വരികയാണെങ്കിൽ ഇസ്രായേലിന്റെ കഥ തീരുമെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ. മുൻപ് ഇറാൻ ഇസ്രായേൽ സംഘർഷം ഉണ്ടായപ്പോഴും ഗാസയിലും ലെബനിലും ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോഴും ഈ ആക്രമണങ്ങളെ ശക്തമായി റഷ്യ അപലപിച്ചിരുന്നു. എന്നാൽ സൈനികപരമായി ഇതിൽ ഇടപെടുന്നില്ലായിരുന്നു. പക്ഷേ ഇസ്രായേലിന്റെ പുതിയ നീക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി സൈനിക നടപടി സ്വീകരിക്കാനും റഷ്യക്ക് കഴിയുന്നതായിരിക്കും. മാത്രമല്ല, വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ ഇറാന് റഷ്യ നൽകുകയും അതുപോലെ ഈ ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും ഹമാസിനും ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഇസ്രായേലിന് മാത്രമല്ല മറിച്ച് അമേരിക്കയ്ക്കും വൻ ഭീഷണിയായിരിക്കും ഉയർത്തുക. അതിലൊരു സംശയവും വേണ്ട. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്ന അവസ്ഥയിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ ഇപ്പം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ സിറിയയിൽ നിന്നും ഇസ്രായേൽ കൈവശപ്പെടുത്തിയ ഗോലാൻ കുന്നുകളിലെ പ്രദേശം തിരിച്ചുപിടിക്കാൻ റഷ്യ ഇടപെടാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നിലവിലെ സിറിയൻ ഭരണകൂടം റഷ്യൻ സൈന്യത്തോട് സിറിയ വിട്ട് പോകരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. സിറിയയിലെ ആഭ്യന്തര കലാപം മുതലെടുത്തുകൊണ്ട് ഇസ്രായേൽ സൈന്യം സിറിയയിലെ ഭൂമി പിടിച്ചെടുത്തതായും അതുപോലെ ആയുധ സംഭരണശാലകൾ തകർത്തതും വലിയ പ്രതിഷേധമാണ് സിറിയൻ ജനതയിലും ഭരണകൂടത്തിലും സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ അനുകൂല സാഹചര്യം റഷ്യൻ സൈന്യം ഉപയോഗിക്കുകയാണെങ്കിൽ പിടിച്ചെടുത്ത സ്ഥലം ഉപേക്ഷിച്ച് ഇസ്രായേൽ സൈന്യത്തിന് പലായനം ചെയ്യേണ്ടതായ സാഹചര്യം വരും. നിലവിൽ യുക്രൈനിൽ വൻ മുന്നേറ്റം നടത്തുന്ന റഷ്യൻ സൈന്യം പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഇതിനോടകം തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ യുക്രൈൻ പൂർണ്ണമായി കീഴടക്കാൻ റഷ്യ സൈന്യത്തിന് കഴിയുമെന്നാണ് യുദ്ധവിദഗ്ധരും വിലയിരുത്തുന്നത്. അമേരിക്കയുടെ ആയുധ സംഭരണി തീരാറായതോടെ ട്രംപ് ഇടപെട്ടിപ്പോൾ യുക്രൈനുള്ള ആയുധ വിതരണം നിർത്തിവെപ്പിക്കുകയും ചെയ്തു. നാറ്റോ സഖ്യത്തിലും യൂറോപ്യൻ യൂണിയനിലും യുക്രൈൻ ഇനിയും സഹായിക്കുന്ന കാര്യത്തിലും കടുത്ത ഭിന്നതകളാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിനൊക്കെ ഇടയിലാണിപ്പോൾ ജൂതനായ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ വലയിൽ വീണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ റഷ്യയെ ശത്രുവാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഗാസയിലും ലെബനിലും സിറിയയിലും യമനിലും വ്യാപക ആക്രമണം നടത്തി സ്വയം അഹങ്കരിക്കുന്ന ഇസ്രായേലിന്റെ പതനം ആരംഭിക്കുന്ന തീരുമാനമാണിതെന്നതിൽ സംശയമില്ല.